ദൈവമായ കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധനാമത്തിന് മഹത്വവും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദവും നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണമേ. കർത്താവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ നേരെ പ്രശംസിക്കരുതേ. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. അന്യായക്കാർ അവരുടെ മായയിൽ ലജ്ജിക്കും. കർത്താവേ, നിന്റെ വഴികളിൽ എന്നെ കാക്കണമേ. നിന്റെ വഴികൾ എനിക്ക് അറിയിച്ചു തരണമേ. നിന്റെ സത്യത്താൽ എന്നെ നടത്തുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കർത്തയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത ഓർമ്മയും എല്ലായ്പ്പോഴും നിരന്തരം കരയിട്ടാൽ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണയുടെ വാതിലും കരുണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ ഓർമ്മവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതുമായ വെടിപ്പാക്കുന്ന സ്വഭാവം
മാലിന്യമുള്ളവരെ ഒളിപ്പിച്ച് നിർമ്മലമാക്കുന്ന കളിപ്പുമായിരിക്കുന്ന മനുഷ്യാതമ്പുരാന് ഭവനവാഴ്വിന്റെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദി കഴിഞ്ഞായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആരോഗ്യ തന്റെ ശുശ്രൂഷയാ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ ആദരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്നും ദുഷ്ടനായവൻ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ വിരോധനായ ഫിറോന്റെ സ്വഭാവത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്നും വസന്തം നിരോധിക്കപ്പെട്ടതുപോലെ കർണശിക്ഷകളും കോപത്തിന്റെ പണികളും ഞങ്ങളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവൻ പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയും ജീവന്റെ രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തുങ്കക്കാനായ സക്കായോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ത്രീയന്മാരുടെ പ്രധാനിയായ ശമാന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീ അവളുടെ വിഷമമായ വേദനകളിൽ നിന്നും സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. ധനനായ സ്ത്രീയുടെയും മകളിൽ നിന്നും ദുഷ്ടനെ ഓടിച്ചതുപോലെ പുതിയവരുടെ ശക്തിയെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഉത്കൃഷ്ടപുരുഷനായ ദാനിയെ നീ നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചൂടയിൽ നിന്ന് ഹനനിയ മുതലായ ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആത്മീയപ്പാനും നിന്റെ വിശുദ്ധ വഴികൾ നടപ്പാനും കർത്തൃസമ്മതവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളെ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ വിഗ്രഹമായ അനുഗ്രഹങ്ങളുടെ സമർത്ഥി പോലെ ഞങ്ങളുടെ ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്റെ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളെ നാമത്തെ വാഴ്ത്തുക. എന്റെ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളും അവൻ എന്റെ അകൽക്ക് നോക്കിയും ഒഴിക്കുന്നു. എന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ എന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദൈവം തന്നെ നിന്നെ അംഗീകരിക്കുന്നു. നിന്റെ യൗവനം അഴിയനപ്പെടും പുതുവർത്തപ്പെടുന്നു. അവൻ നിന്റെ വായിക്ക് നന്മകൊണ്ട് ചുറ്റുവരുന്നു. യഹോവ സകല പീഡനമാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീയന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ വിശ്വസ്തരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരവും ഉള്ളവരായിരുന്നു. അവൻ ഒരുത്തനും അവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്ത്രീകന്മാർ മഹാശക്തിയോടെ ഈശോമിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരോടും കൂടെ
വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മറ്റുള്ളവനാരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടും ഉണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ത്രീകന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം ദൈവം നമുക്ക് ഭവനങ്ങളെ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ ആഗ്രഹത്തിൻ്റെയും പൂർത്തീകരണമായിട്ടാണ്. നമുക്ക് ഒന്നിലധികം ഭവനങ്ങൾ കാണുമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ നന്മകളും അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് നാം പ്രത്യേകം എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം നമ്മെ നടത്തിയ വഴികളെ കുറിച്ച് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നു. ആ വചനങ്ങളെല്ലാം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഭക്തിയോടെ ജീവിക്കണം എന്ന് ദൈവം നമ്മെ പ്രബോധിക്കുന്നു. അപ്പോൾ എപ്പോഴും നാം ഓർക്കേണ്ടത് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഇത് നമ്മുടെ താൽക്കാലിക ഭവനമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. അതിവിടെ നാം വിട്ടേച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് നിത്യഭവനത്തെ കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ എപ്പോഴും ഹരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. അതുപോലെ ഇബ്രായ ലേഖനം 11:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർ 3:20 പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതുപോലെ ഭവനത്തിലെ ജീവിതത്തിൽ പാലിക്കേണ്ട ദൈവിക നിയമങ്ങൾ ദൈവത്തിന്റെ വചനം കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടെ പറയുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. നിങ്ങൾ ഭവനത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ ആ ഭവനത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ആ ഭവനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നു. അത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നാം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ നിലനിൽക്കേണ്ട ഒരു പ്രത്യേക ദൈവിക ഭാവമാണ് സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ലേഖനം 13:1 മുതൽ 3 വരെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നാം കൊടുക്കുന്നത് ഒരു പാത്രം വെള്ളമായിരുന്നാൽ അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. നാം എവിടെ ഭവനത്തിൽ വസിക്കുമ്പോഴും അത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദരിദ്രരെ നാം കരുതുകയും ഉത്സാഹത്തിൽ മടുപ്പുള്ളവരെ നാം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും യാതൊരു കാരണവശാലും നമ്മുടെ ഭവനത്തിൽ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ നാം എല്ലാവരും അത് ഓർത്തിരിക്കുമ്പോൾ തന്നെ ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവരെ കുറിച്ചും നാം നമ്മുടെ മക്കളുടെ മുമ്പാകെ അങ്ങനെയുള്ള ക്രിട്ടിസിസം നമ്മൾ ഒഴിവാക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ വചനത്തിൽ പലയിടങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ദൈവം നമ്മെ എപ്പോഴും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പക്ഷേ ദൈവത്തിന്റെ ആ പ്രമാണങ്ങൾ നാം എപ്പോഴും കാത്ത് പാലിക്കുന്നവരായിരിക്കില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ കർത്താവ് അരുളി ചെയ്ത വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു.
വിശുദ്ധ കന്യാമറിയാമിൽ ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായി യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് അപ്രകാരം സംഭവിച്ചു. അപ്രകാരം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്തത് ഞാൻ വായിക്കുന്നു. ഈശോപുരാൻ എരിഹോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ കരവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ പുതിയവനായിരുന്നതുകൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവൻ ഓടി ഈശോ തമ്പുരാന് മുമ്പിൽ കടന്ന് തന്നെ കാണുവാനായിട്ട് ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടു. അവനോട് സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു, സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവർ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്തി എന്ന് പാർത്തു എന്ന് വെറുതെറുത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായിട്ട് എടുത്തിട്ടുള്ള 4 മടങ്ങായി തിരികെ കൊടുത്തു എന്ന് പ്രവർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിപ്പാൻ വന്നു എന്ന് അരുളി ചെയ്തു. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരമരുളുന്ന ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവരെ ഈ പൗരവാഴ്ചയുടെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്തു പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലെ പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാതിരിക്കുകയും നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയെ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സറിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ നിന്റെ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വ്രതാസ്വാദനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാര വ്രത ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലം കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഖായുടെ വീട്ടിൽ പ്രവേശിച്ച ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടാകി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോട് കൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലം കൈ ആവസിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകൽക്കർച്ചയുടെ എല്ലാ കോശങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം വിടാതെ രാപ്പകൽ നിന്റെ ചെറിയ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യതയുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാനും
ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റും. ആമീൻ. എല്ലാവരും ചേർന്ന സമയം സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. കർത്താവേ, സ്തോത്രം. ഈ ഭവനത്തിനായി സ്തോത്രം. എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ ഈ ഭവനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് അവരുടെ ഭാവിക്ക് കർത്താവ് എല്ലാ വിധത്തിലുള്ള നന്മയും ആഗ്രഹിക്കുന്നതായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് പിതാവ് ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഈ ഭവനത്തിൽ പ്രവേശിക്കുന്നവരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇതിൽ പ്രവേശിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരട്ടെ. ഇതിൽ താമസിക്കുന്നവർ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരട്ടെ. ഈ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായി സന്തോഷവും സമാധാനപൂർണവുമായ ജീവിതം ഈ ഭവനത്തിൽ ഭവിക്കുമാറാകട്ടെ. എല്ലാ നന്മകളാലും ഈ ഭവനത്തിൽ പാർക്കുന്നവരും ഇതിൽ നിന്ന് അനുഭവിക്കുന്നവരും ഇതിന്റെ നന്മകൾ അനുഭവിക്കുന്നവരും എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേൾക്കണം. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവേ, മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭവനമായിരിക്കാൻ കൃപയറിയണമേ. തിരുവചന ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമുള്ള പ്രത്യേക സ്ഥാനമായി അവിടുന്ന് ഈ ഭവനത്തെ ശുദ്ധീകരിക്കണമേ. കൂട്ടായ്മയ്ക്ക് സംഭാഷണത്തിനുള്ള ഈ മുറിയിൽ പിതാവേ, തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും സംഭാഷണ വിഷയമാക്കാൻ അവിടുന്ന് കൃപ നൽകുമാറാകണമേ. കർത്താവേ, ഈ ഭവനത്തിന്റെ കിടക്കമുറികളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബുദ്ധിശക്തി ലഭിക്കുന്നതിന് നിന്റെ മക്കളുടെ വിശ്രമത്തെയും നിദ്രയെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേൽ നിന്നെ ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും നാവുകൊണ്ട് സംസാരിക്കാതെയും മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ് കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണമുറിയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചാലും പാനം ചെയ്താലും എല്ലാം തിരുനാമ മഹത്വത്തിനായി ചെയ്യുവാൻ കൃപ തരണമേ. ജീവന്റെ അപ്പമായ കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രതിദിനം അന്യായി തീരണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് അവരെ സഹായിക്കാൻ ഉദാര മനസ്സ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. കർത്താവേ, ഈ കിച്ചണിൽ ഈ അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ എല്ലാ വസ്തുക്കളെയും ഞങ്ങളുടെ നന്മയ്ക്കും പോഷണത്തിനുമായി നൽകുന്ന സ്വർഗസ്ഥ പിതാവേ, ഭക്ഷ്യസാധനങ്ങൾ ഉൽപാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാകം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകരുടെ പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് നിദാനമായിരിക്കുന്നു എന്നോർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണമേ. കർത്താവേ, സ്തോത്രം. ഏഴകളായിരിക്കുന്ന അടിയങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കുകയും ഈ ഭവനത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ഇതിനെ പാർപ്പിന് യോഗ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കർത്താവേ, രക്തത്താൽ ഈ ഭവനത്തെ അവിടുന്ന് മുദ്രയിടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇതിനെ കാത്തുകൊള്ളണമേ. കർത്താവെ, കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ പേരും അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണമേ. മക്കളുടെ സകല ആവശ്യങ്ങളും കൂടെ ഇരിക്കണമേ. തിരു സാന്നിധ്യം എപ്പോഴും അവരോട് കൂടെ ഇരിക്കുകയും തിരുമഹത്വം അവരുടെ ജീവിതത്തിലൊക്കെയും വെളിപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.